ഇന്നലെയും കൂടെ അടിച്ചു വാരിയ നിലമാണോ? ആരെങ്കിലും കൊണ്ട് ചവർ ഇങ്ങോട്ട് ഇടുന്നാണോ? ഒരു CCTV വെക്കാൻ പറയണം. അറിയാലോ അപ്പൊ ആരെങ്കിലും കൊണ്ട് ഇടുന്നാണോ ഒന്ന്. എന്തൊക്കെ തലവേദനകളാണ് മനുഷ്യന്. ആ ദിവ്യേട്ടാ നേരത്തെ എത്തിയാ? അതെ. ചായ എടുക്കട്ടാ? ചായ വേണ്ട ഇപ്പോഴേ. നീ ഇത് കൊണ്ട് അച്ഛാ. എന്ത് എന്ത് ഇത് ഇത് ഫയല് ഇങ്ങെടുക്ക, ഞാൻ കൊണ്ട്. വേണ്ട, ഇത് വളരെ വിലപ്പെട്ട ഫയലാണ്. ഇത് ഞാൻ കൊണ്ട് സൂക്ഷിച്ചു വെച്ചോളാം. നിങ്ങൾ പോയി കളിച്ചോ. അയ്യോ, ഞങ്ങൾ ഇത്രയും നേരം ഡാൻസ് പ്രാക്ടീസ് ചെയ്യായിരുന്നു അസോസിയേഷൻ പ്രോഗ്രാമിന് വേണ്ടിട്ട്. എന്നാ പ്രാക്ടീസ് ചെയ്യല്ലേ മോള്? എല്ലാരും തളർന്നുപോയി. അവിടെ ഭയങ്കര പ്രാക്ടീസ് ഒക്കെ അല്ലായിരുന്നോ? എന്തിനു പ്രാക്ടീസ്? എന്ത് കാര്യം? ലേഡീസ് ടീം എല്ലാരും കൂടി വലിയ തിരുവാതിരയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. എന്നെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നേ ജോയിൻ ചെയ്യാനായിട്ട്. പക്ഷെ എനിക്ക് ഭയങ്കര മടിയാ. നീ പോയി കളിക്കണേ, നന്നായി തിരുവാതിര കളിക്കുന്നല്ലേ? അതൊക്കെ ചെയ്യും, പക്ഷെ എന്തോ ഒരു മടി. വയ്യ കളിക്കുന്നേ. ജോയിൻ ചെയ്യല്ലേ? പിന്നെ അല്ലാതെ നീ കളിക്ക്. പക്ഷേ അവരിനെ അവിടെ കേറ്റുവാ ആന്റിയെ. അതൊന്നും കേറ്റാത്തെ. എടി ഞാൻ പോയാലേ സ്റ്റെപ്പ് ഇടാൻ പറ്റുള്ളൂ എന്നാണ് വിളിക്കണത്. എന്തായാലും നീ പോയി കളിക്ക്. നിങ്ങളും പിന്നെ മണി ഈ ഫയല് അകത്തുകൊണ്ടേ സൂക്ഷിച്ചു പോയി. നിങ്ങളുടെ ഫയലല്ലേ? ഞാൻ തൊടൂല. നിങ്ങൾക്ക് ഫയല് കാണാനില്ലെന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് പൊടിച്ച പൊടി ഞങ്ങളൊന്നും മറന്നിട്ടില്ല. തൊടൂലെന്നിട്ട് തൊടൂല. എടി അതുപോലല്ല, ഇത് ഫയല് നീ കൊണ്ടുപോയി നോക്ക്. പണിക്ക് ഞാനില്ല, നിങ്ങളായി നിങ്ങളുടെ ഫയലായി. തൊടൂല ഞാൻ സത്യമായിട്ട്. അതെ, എന്റെ പണി എന്തായാലും ഇവിടെ നടക്കണില്ല. ബാക്കി അടുക്കളയിലെ പണിയെങ്കിലും നടക്കട്ടെ. ഞാൻ പോട്ടു. വേണ്ട വേണ്ട വേണ്ട, ഇത് എനിക്കറിയാം. ഞാൻ കൊണ്ട് സൂക്ഷിച്ചകത്ത് വെച്ചോളാം. ഞാൻ വെച്ചോളാം. എന്തോന്ന് ഈ ഫയൽ നിന്റെ തരുന്നില്ല. അതിന് ഞാൻ ഫയലിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. വേറൊരു കാര്യം പറയാൻ വന്നത്. എന്തോന്ന്? ഇനിയിപ്പോ ചേച്ചി പറ. നീ പറ. ചേച്ചി പറ. നീ പറ. ഞാൻ പറഞ്ഞോളാം. അങ്കിള് അസോസിയേഷന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഡാൻസ് പ്രോഗ്രാം. അപ്പൊ അവർക്കൊരു കൃഷ്ണനെ വേണമായിരുന്നു. അപ്പൊ നമ്മുടെ മുകൾ ബംഗാളി ആ ചേട്ടനായിരുന്നു പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന. പക്ഷേ ആ ചേട്ടൻ ഇപ്പൊ വയ്യാണ്ട് കിടക്കുന്നു. അതുകൊണ്ട് ഞാൻ കൃഷ്ണനാവാന്ന് ഇവരെടുത്ത് പറഞ്ഞു. പിന്നെന്ത്? അപ്പൊ ഇവര് പറഞ്ഞ് ഞാൻ കൃഷ്ണനായ പറ്റത്തില്ല, അതിന് വേറൊരാള് വേണോ. വേറെ ആളുണ്ടെങ്കിൽ ഞാൻ അതിന് അച്ഛൻ കൃഷ്ണനാവാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. എന്താന്ന് ഉദ്ദേശിച്ചത്? നിങ്ങളോട് പിള്ളേർ കളിച്ച് നടക്കുന്ന തരോ? ഞാനേ ഒരു ബാങ്ക് ഓഫീസറാണ്. എന്നാലും നിങ്ങൾക്ക് ഇത് എന്റെ അടുത്തൊന്ന് പറയാൻ തോന്നിയല്ലോ. കേട്ടല്ലേ അങ്കിള്, ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ. ഞാൻ പോലെ മതി, ഞങ്ങളുടെ അച്ഛനാണ്. ഞങ്ങളുടെ അച്ഛനെ സംബന്ധിപ്പിക്കാൻ നമുക്കറിയാം. പിന്നെ നിങ്ങൾ രണ്ടും കൂടെ ഒരു പ്ലാൻ ഉണ്ടാക്കിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ പോകണം. കാത്തുവെ കൊണ്ടുവരണേ. വരാൻ പറയണം കേട്ടോ. എന്തേ സോപ്പിടാം. അച്ഛാ അച്ഛാ. മണി മണി ഇതിന്റെ ചായ ഇപ്പൊ എടുക്കാവേ. അതല്ലെന്നേ, അതെ ഇത് ഞങ്ങൾ ഇന്ന് പുറത്തൊന്ന് പോയിരുന്നു. ഞാൻ രാംകുമാർ സാറും കൂടി. എടി അത് ഞങ്ങൾ ഇന്ന് ഓഫീസ് സൂക്ഷിച്ച്. ബാക്കി പറ. രാംകുമാർ സാറും ചേട്ടനും കൂടെ എന്തിനു പുറത്തു പോയാ? ആര് അപ്പൊ പറഞ്ഞില്ലേ നിങ്ങൾ രണ്ടും കൂടെ പുറത്തു പോയിന്ന്? എന്തിനു പോയിന്ന് ഞാൻ പറഞ്ഞ പുറത്തു പോയെന്ന്. എന്തോ ഇത് ഒരു സെക്കൻഡ് മുന്നേ നിങ്ങൾ പറഞ്ഞതല്ലേ. മിനിറ്റിന് മറക്കാനായിട്ട് നിങ്ങൾ അരണയാ? ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. എന്താ പ്രശ്നം മക്കളെ? 2 സെക്കൻഡ് മുന്നേ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞ് രാംകുമാർ സാറും അച്ഛനും കൂടെ പുറത്തു പോയിന്ന്. ഇപ്പൊ എന്ത് പറയാണ്? അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലാന്ന്. എന്താ കാര്യം? എന്താന്ന് പറ. ഒന്നുമില്ല മക്കളെ, ഒന്നുമില്ല. എന്തിനാ ഈ ഫയൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന? കയ്യിലിരിക്കുന്ന ഇത് ഫയല്. ഇത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി, എവിടെയെങ്കിലും വെച്ച് മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കയ്യിൽ വെച്ചിരുന്നു. മറക്കാതിരിക്കാനാ? അത് പിന്നെ എന്തോന്ന് മണി, ഓഫീസ് വിട്ട് വന്നിട്ട് ഒരാൾക്ക് ചായ കൊടുക്കല്ലേ വേണ്ടത്? എത്ര നേരം നീ ഇങ്ങനെ വളവളാന്ന് സംസാരിച്ചോണ്ടിരുന്നു? നീ ചായ എടുക്ക്. ചായ ആവുന്നു. ഒരു സെക്കൻഡ് ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാ. കൊണ്ടുവരാം. അമ്മ, അച്ഛൻ എന്ത് പറ്റി? അതിപ്പോ നിങ്ങളുടെ അച്ഛൻ എപ്പോഴും ഇങ്ങനെയൊക്കെയല്ലേ മൂഷേട്ട സ്വഭാവം കാണിച്ചോണ്ട് നടക്കുക. എന്താണ് കാണിക്കേണ്ടത് നമുക്കൊന്നും പറയാൻ പറ്റൂല. അമ്മ, ഇത് മൂഷേട്ട സ്വഭാവം എന്നൊന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറയട്ടെ. പിന്നെ അതെന്തടി നീ അങ്ങനെ പറഞ്ഞേ? എടി അച്ഛന്റെ പ്രായം എന്തുവാണ്? 9.
50 വയസ്സാണല്ലോ എന്ന് വെച്ചാൽ മധ്യവയസ്കൻ. മധ്യവയസ്കനോ? എടി എന്ന് വെച്ചാൽ മിഡിൽ ഏജ്. ഈ പ്രായത്തിലുള്ളവർ അങ്ങനെയൊക്കെയാണ് വിളിക്കണേ. എടി ഈ പ്രായം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ട പ്രായമാണ്. അച്ഛന് ഒരുപാട് ജോലി തിരക്കും വീട്ടിലെ പ്രാരാബ്ദവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അച്ഛന് ഭയങ്കര ടെൻഷനൊക്കെയാണ്. ഇങ്ങനെ ടെൻഷനൊക്കെ വരുമ്പം അൽസീമേഴ്സ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്, അത് വരാൻ സാധ്യതയുണ്ട്. നീ പോടി, ഇതൊക്കെ നിന്നോട് ആര് പറഞ്ഞേ? എടി ഞാൻ ബുക്കിൽ ഇന്റർനെറ്റിലൊക്കെ വായിച്ചിട്ടുണ്ട് റിങ്കി. പിങ്കി, ബുക്കിൽ വായിച്ചിട്ട് അറിവ് കൊണ്ട് അല്പജ്ഞാനം എന്നാണ് പറയണത്. നിനക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞുകൂടാ. ശരി, എനിക്ക് അല്പജ്ഞാനം തന്നെ, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ അമ്മ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. സാധാരണ അച്ഛൻ ഫയല് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കട്ടിന്റെ പുറത്ത് അല്ലെങ്കിൽ അലമാരകത്ത് വയ്ക്കും ആണല്ലോ. പക്ഷെ ഇന്ന് അങ്ങനെയായിരുന്നോ? എടി അത് അച്ഛൻ മറന്നു പോവാതിരിക്കാൻ വേണ്ടി കൈ കൊണ്ട് നടക്കുന്നതാണ്. അതാണ് എന്റെ പോയിന്റ്. മറന്നു പോവാതിരിക്കാൻ ആണേ, സമ്മതിച്ചല്ലോ. അത് അച്ഛന് മറവി തുടങ്ങി കഴിഞ്ഞു. എല്ലാവർക്കും മറവിയുള്ളതല്ലേ? ഇത് എല്ലാവർക്കും ഉള്ള പോലത്തെ മറവിയല്ല. തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം അത് ഇപ്പൊ മറന്നു പോവാ. അത് സാധാരണ മറവിയാണോ? ആണോ? അല്ല. അല്ലല്ല. അല്ല. അപ്പൊ ഇതാണ്. ഇവള് ചുമ്മാ ആവശ്യമില്ലാതെ ഓരോന്ന് പറയുന്നതാണ്. അതല്ലടി, ഇന്നിപ്പോ അച്ഛൻ വന്ന് ഇറങ്ങിയപ്പോ തന്നെ ഞാൻ ശ്രദ്ധിച്ചു, എന്തോ ഒരു വശപ്പശക്ക് പോലെ. അപ്പോ ഇവള് പറഞ്ഞു വരുന്നത്? എടി ഞാൻ പറഞ്ഞു വരുന്നത്, അച്ഛൻ ഇപ്പൊ അൽസീമേഴ്സിന്റെ ആരംഭഘട്ടമാണ്. മനസ്സിലായോ? തുടക്കത്തിൽ ചികിത്സിച്ച പെട്ടെന്ന് ഭേദമാക്കാം. പിന്നെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ എന്താവോന്ന് അറിഞ്ഞു. രവിയേട്ടാ, ഏയ് അങ്ങനെയൊന്നുമില്ല. ആയിരിക്കൂലല്ലേ? അങ്ങനെയൊന്നും ആയിരിക്കൂല. പഠിപ്പിക്കാതെ. എടി ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എനിക്ക് ബാക്കി എന്താന്ന് അറിഞ്ഞൂടാ. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ പോണു. ചുമ്മാ അമ്മ പേടിപ്പിക്കാനായിട്ട് ഓരോന്ന് വിളിച്ച് പറയുന്നത്. ഓഫീസിൽ ഒരുപാട് ടെൻഷൻ അച്ഛനുള്ളതാണ്. അതായിരിക്കും ഇവിടെ കിടന്ന് കാണിക്കുന്നത്, വേറെ ഒന്നുമല്ല. അമ്മേ എനിക്ക് നല്ല തലവേദന, ഒരു ഗ്ലാസ് ചായ. ഒന്നുമില്ല അമ്മ, ചായതാ. ഈശ്വരാ, നട്ടുവെച്ച ചെടിയിലൊരു ഇത്തിരി വെള്ളം ഒഴിക്കാൻ പോലും ഇവിടെയുള്ള ഒരു മനുഷ്യൻ സഹായിക്കില്ലോ. ആ മുകള് വന്നോണ്ടിരുന്നപ്പോ ഇവിടുത്തെ പണിയെങ്കിലും നടക്കുമായിരുന്നു, ഗാർഡനെങ്കിലും അവൻ നോക്കുമായിരുന്നു. ഇപ്പൊ അവനും വരാറില്ല. എല്ലാം നമ്മൾ തന്നെ, അടുക്കളയിലാണെങ്കിലും മുറ്റടിക്കാനാണെങ്കിലും വെള്ളം ഒഴിക്കാനാണെങ്കിലും ഭക്ഷണം കൊടുക്കാനാണെങ്കിലും എന്തൊരു കഷ്ടം. അതെ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ രാംകുമാർ സാറും കൂടെ പുറത്തു പോയെന്ന്. അങ്ങനെ പറഞ്ഞോ? എപ്പോ? എനിക്ക് ഓർമ്മയില്ലല്ലോ. ഞാൻ പറഞ്ഞു മണി, നീ അകത്ത് ചായ എടുത്തോണ്ട് ഞാൻ പറഞ്ഞു ഞാൻ രാംകുമാർ സാറും കൂടെ പുറത്തു പോയെന്ന്. അങ്ങനെ പറഞ്ഞായിരുന്നോ? ചായ എടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ഈ കാര്യം പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ലല്ലോ. മണി കളിയാക്കല്ലേ, സത്യത്തിൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ദേഷ്യം വരുന്നുണ്ടല്ലേ? അപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദേഷ്യം വരുന്നു മനസ്സിലായോ? അതാ എന്റെ മണി, അതാ പിള്ളേർ ഏറി വന്നോണ്ടല്ലേ ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞത്. എന്നാ പറ, രാംകുമാർ സാറിന്റെ കൂടെ പുറത്തു പോയിട്ട്. ഞാനും രാംകുമാർ സാറും കൂടെ പുറത്തു പോയി. മിസ്റ്റർ രവീന്ദ്രനാഥ്. അശരീരി അശരീരൊന്നുമല്ല ഞാനാ. എന്താ നീ എന്ത് ഇവിടെ ഇങ്ങനെ? ഇതെന്റെ കൂടെ വിടല്ലേ, എനിക്കെന്താ ഇവിടെ ഒന്നുകൂടി? അതല്ല, നിനക്കിപ്പോ അകത്ത് പഠിക്കാനൊന്നുമില്ലേ? എനിക്കൊന്നും പഠിക്കാനൊന്നല്ലേ. എന്ത് പഠിക്കാൻ? നീ എന്താ കളിയാക്കണം? ഇന്നൊന്ന് കൈയൊക്കെ പോക്കി കാണിച്ചു. എന്തിനാ വീട്ടെ വെറുതെ പിള്ളേരെ വഴക്ക് പറയണേ? അവള് സ്നേഹത്തോടെ വന്നല്ലേ? മണി, ഒരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിച്ചു, അതിന്റെ ഇടയിൽ കയറി വന്ന് ഇങ്ങനെ കളിയാക്കൊണ്ടിരുന്ന എന്താ അച്ഛാ, എന്ത് പ്രശ്നം? അടുത്ത പ്രശ്നക്കാരി വരുന്നുണ്ട്. അതെ, നമ്മൾ രാംകുമാർ സാറിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നില്ലേ? രാംകുമാർ സാറിന്റെ കൂടെ പുറത്തു പോയിട്ട് ബാക്കി പറ. രാംകുമാർ സാറിന്റെ കൂടെ പുറത്തു പോയി തിരിച്ച് ബാങ്കിൽ വന്നു, ഉടനെ തന്നെ ഞാൻ ഇങ്ങി വന്നു, അത്രേ ഉള്ളൂ. മണി, അല്ല വേണ്ട, ഞാൻ വെച്ചോളാം. പിന്നെ ഞാൻ പോണു മണി. അല്ല, അച്ഛൻ എന്തിനാ എപ്പോഴും ഈ ഫയലും കൊണ്ട് നടക്കണേ? അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിട്ട്. ഇനി എടുക്ക, ഞാൻ സൂക്ഷിച്ചു വയ്ക്കാം. വേണ്ട, എന്റെ ഫയൽ സൂക്ഷിക്കാൻ എനിക്കറിയാം. ഞാൻ പോണു. അച്ഛനെ എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് തോന്നുന്നത്, ഇവള് പറഞ്ഞ പോലെ. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ രണ്ടുപേരും എന്നെ പുച്ഛിച്ചല്ല. നോക്ക്. അല്ല, നീ പറഞ്ഞതിന്റെ അത്രയൊന്നും ഇല്ല, എന്നാലും
I think it's a psychological problem. തന്നെ Mm. ഇതെന്നമ്മ ഈശ്വരാ ആണോ ഏ ഛേ ഒന്നുമില്ല എന്റെ അച്ഛൻ എപ്പോഴും ഇങ്ങനെയല്ലേ മണിക്ക് ഇത് ഒരു അത്ഭുതമായിരിക്കും. പിള്ളേർ കണ്ടാലാണ് പ്രശ്നം. ഇവിടെ ഇരുന്നാൽ കാണും. എങ്ങനെ കൊടുക്കും മണിക്ക്? അവളുടെ മുഖത്ത് ആ സന്തോഷം കാണണം. അച്ഛൻ കൈവിട്ട് പോയമ്മ. അയ്യോ നമ്മൾ ഇനി മറ്റേ കൃഷ്ണനായിട്ട് ആരാ കൊണ്ടുപോകും ഇനി നമ്മള്? ഒന്ന് പോടി അവിടുന്ന്. ആനക്കാര്യത്തിനിടയ്ക്കാണ് ചേനക്കാര്യം. മക്കളെ ഇന്നലെ രാത്രി വരെ ഇന്നലെ രാത്രിയല്ല ഇന്ന് രാവിലെ വരെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മണിക്കുട്ടി, ഞാനേ ഇത് നിനക്കായിട്ട്. അമ്മ ഇങ്ങനെ ഇവിടുന്ന് കരഞ്ഞ ആൾക്കാരെ അറിയിക്കാതെ. അമ്മയാണ് ഞങ്ങളുടെ ബലം. അമ്മയും കൂടി ഇങ്ങനെ തുടങ്ങിയ അത് തന്നെ അമ്മ. അയ്യോ വിഷമിക്കില്ലേ അമ്മ? മണി, ഇതാ ഇത് നിനക്ക്. അമ്മ നോയിക്കൊണ്ടിരിക്കാൻ അടുത്തോട്ട് ചെല്ല്. ഓ ചെല്ലമ്മ. നിങ്ങളും കൂടെ വാ. ഞങ്ങൾ പറഞ്ഞില്ല അമ്മ ആദ്യം പോ. രവിയേട്ടാ. മണി, പിള്ളേരെവിടെ മണി? പിള്ളേരപ്പുറത്തുണ്ട്. വിളിക്കണോ? ഇത് വേണ്ട, നീങ്ങി വാ. നീ ഇരിക്കി. മണി, ഞാനേ ഇന്ന് ഓഫീസിൽ നിന്ന് രാംകുമാർ സാറുമായിട്ട് പുറത്തുണ്ട്. എനിക്കറിയാം രവിയേട്ടാ, രാംകുമാർ സാറിന്റെ കൂടെ പുറത്തു പോയി. ഇനി ഞാൻ മുഴുവൻ പറഞ്ഞില്ലല്ലോ. ഞാൻ രാംകുമാർ സാറും കൂടെ പുറത്ത് പോയപ്പം അച്ഛാ ഇതാ വരുന്നു. മനുഷ്യൻ വാ തുറക്കാൻ കാത്തിരിക്കുകയാണ്, അതിന്റെ ഇടയിൽ വന്ന് ശല്യം ചെയ്യാൻ ഒരു ഇതുമില്ല. പിള്ളേർ ഇവിടെ നിൽക്കട്ടെ. രവിയേട്ടൻ കാര്യം പറ. രാംകുമാർ സാറും രവിയേട്ടനൂടെ പുറത്തു പോയി. രാംകുമാർ സാറും ഞാനും കൂടെ പുറത്തു പോയി. ആ ജംഗ്ഷനിൽ വെച്ച് പെട്ടെന്ന് അങ്ങ് ആവിയായിട്ട് അങ്ങ് മേലോട്ട് പോയി. ദൈവമേ, രാംകുമാർ സാറ് മരിച്ചുപോയാ? അതാണ് എന്റെ അച്ഛൻ ഇങ്ങനെ. കൊച്ചേ ഉണ്ടായിരിക്കണം കേട്ടാ. ഇല്ലാത്ത കാര്യം ഞാൻ അടിച്ച് പൊട്ടിച്ചോളാം ഞാൻ. വയലന്റായി അമ്മ. വയലന്റായി. മക്കളെ രവിയേട്ടാ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വണ്ടി വിളിക്കാം. ഞാൻ വിളിക്കാമേ. എന്നാ പോയി വിളിക്ക്. അവളെവിടെ പോണത്? അത് അവളുടെ ഫ്രണ്ടിന്റെ വണ്ടി പിടിക്കാൻ വേണ്ടി പോയത്. വണ്ടി എന്തിന്? രവിയേട്ടാ ഒന്നുമില്ല, കുഴപ്പമില്ല, എല്ലാം ശരിയാവും. എനിക്കൊന്നും ടെൻഷൻ അടിക്കണ്ട. അച്ഛനൊന്നുമില്ല. അച്ഛനൊന്നും ഇല്ലേ? എന്തോന്ന് വെച്ചാ പറഞ്ഞേ? അച്ഛനൊന്നും ഇല്ലെന്ന്. അച്ഛനിങ്ങനെ മാനസിക വിഭ്രാന്തിയോടെ കാണാൻ ഞങ്ങൾക്ക് പറ്റൂല അച്ഛാ. മാനസിക വിഭ്രാന്തി അച്ഛൻ. അയ്യോ, എന്റെ അച്ഛൻ സമ്മതിക്കുകയും ചെയ്തത്. രവിയേട്ടാ എന്തൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടണം ഞങ്ങൾക്ക്. എന്റെ മണി, ഞാൻ രാംകുമാർ സാറും കൂടെ ഇന്ന് പുറത്തോട്ട് പോയില്ലേ? വീണ്ടും രാംകുമാർ സാറിന്റെ കാര്യം എന്തിനാ പറയണേ? അതല്ല പറയണേക്ക്. ഓഫീസിൽ ചെന്നപ്പോ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ രാംകുമാർ സാറും കൂടെ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോ മാർക്കറ്റിൽ രാംകുമാർ സാർ ഒരു ടെക്സ്റ്റൈൽസ് കയറി. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു സാരി വാങ്ങി. അപ്പൊ ഞാൻ മണിക്ക് ഒരു സാരി വാങ്ങിച്ചു. ഇതാണ് കാര്യം. നോക്ക്, സാരി
സാരി സാരി സാരി ആയിരുന്നല്ലേ? അല്ല അച്ഛൻ എന്തിനാണ് ഈ ഫയലിന്റെ അകത്ത് ഈ സാരിയും കൊണ്ട് നടന്നേ? അത് മക്കളെ, ഞാൻ മണിക്ക് മാത്രമല്ലേ സാരി വാങ്ങിച്ചുള്ളൂ, നിങ്ങൾക്കൊന്നും വാങ്ങിയില്ലല്ലോ. നിങ്ങൾക്കത് വിഷമാവില്ലേ? അതുകൊണ്ട് നിങ്ങൾ അറിയാതെ മണിക്കുട്ടി കൊടുക്കാന്ന് ഞാൻ വിചാരിച്ചു. അയ്യേ, ഞങ്ങൾക്ക് എന്തിനു വിഷമാവുന്നേ? അമ്മയ്ക്ക് ഒരു സാരി വാങ്ങിച്ചു കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ആണോ? പിന്നെ എന്റെ അച്ഛനല്ലാതെ പിന്നെ വേറെ ആരുണ്ട് അമ്മയ്ക്ക് ഒരു സാരി മേടിച്ചു കൊടുക്കാൻ? ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. അച്ഛാ ഇങ്ങനെയാണോ ഞങ്ങളെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? സോറി മക്കളെ, ഞാൻ അങ്ങനെ വിചാരിച്ചു പോയി. ചേച്ചി ഇനി ഇവിടെ നിൽക്കണ്ട, ഭാര്യയും ഭർത്താവും കൂടെ സാരിയുടെ ഭംഗിയൊക്കെ ആസ്വദിക്കട്ടെ. വാ. ആ സാരിയുടെ ഭംഗിയൊക്കെ ആസ്വദിക്കും. ഞങ്ങളിപ്പോ വരാം. മണിക്കുട്ടി, നിനക്ക് സാരി ഇഷ്ടപ്പെട്ട? ഈ സാരി കണ്ടപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു നിനക്കിത് ഇഷ്ടപ്പെടുമെന്ന്. മാത്രമല്ല നിനക്ക് നന്നായിട്ട് ചേരും. ചോദിക്കോ? എന്നാലും എന്റെ രവിയേട്ടാ, ഇതങ്ങ് ആദ്യമേ തന്നാ പോരായിരുന്നോ? ഇത്രയും നാടകം വേണ്ടിയിരുന്നാ? നാടകോ? എനിക്കിത് നിന്റെ കയ്യിൽ എത്തിക്കാനുള്ള സാവകാശം ഇവിടെ കിട്ടിയോ? പിന്നെ അവരാരും അറിയാതെ തരണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്തായാലും കൊള്ളാം. അച്ഛാ ദാ ലിസ്റ്റ്. ലിസ്റ്റാ? അതെ. ഇതെന്തിന്? ഞങ്ങൾക്ക് മേടിക്കാനുള്ള സാധനത്തിന്റെ ലിസ്റ്റാണ്. ഇപ്പൊ എന്തിന്? അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോ ഇതെല്ലാം വാങ്ങിച്ചു തന്നിരിക്കണം. അതൊന്നും പറ്റില്ല. അടുത്ത മാസം ശമ്പളോ? ഇവിടെ അല്ലാതെ തന്നെ ചെലവ് കൂടുതലാണ് ഈ മാസം. പിന്നെ ഇതൊന്നും വാങ്ങിക്കാനൊന്നും പറ്റൂല. അങ്ങനെ പറഞ്ഞാ പറ്റൂല. നിന്ന നിപ്പിന് അമ്മയ്ക്ക് ഒരു സാരി വാങ്ങിച്ചു കൊടുക്കാങ്കിലേ മക്കളായ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരാം. ഇനിയിപ്പോ വേറെ രക്ഷയൊന്നുമില്ല, വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. മണി, അയ്യോ കോള്. ഒരു നിമിഷം. ഹലോ, ആ ആംബുലൻസ് അല്ലേ? എവിടെ? മുകളിലെത്തിയായിരുന്നോ? അയ്യോ അതിന്റെ ആവശ്യമില്ല, ഇനി ശരിയാക്കിയായിരുന്നു. ഞങ്ങൾ ശരിയാക്കി പൊക്ക കേട്ടാ. കുഴപ്പമില്ല, തിരിച്ചു കിട്ടും. ഓക്കെ. ആംബുലൻസിന്റെ കാര്യം പറയാം. ആംബുലൻസ് എന്തിന്?